നിങ്ങൾ താളിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ദാ ഈ കാണുന്നതാണ് സംഭവം. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. മുരിങ്ങയില, ചീരയില, മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചെരങ്ങയുടെ ഇല, ഇങ്ങനെ കഴിക്കാവുന്ന എല്ലാ ഇലകളും വെച്ച് നമുക്ക് ഈസി ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, എന്നാൽ തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ മുരിങ്ങയില വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങയില തണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണ്ട. ജസ്റ്റ് ഒന്ന് കളറ് മാറി മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളിതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ആ മൊരിഞ്ഞ ഉള്ളിയിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. കറി എത്ര വേണം അത്ര കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പച്ചമുളക് നടുകെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറി റെഡി. ഈ മുരിങ്ങയില പെട്ടെന്ന് തന്നെ വേവും, അറിയാലോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരുപാട് സമയം ഇട്ട് വെന്ത് അങ്ങ് ഓവറാക്കി കളയണ്ട. പെട്ടെന്ന് തന്നെ വേവും. മുരിങ്ങയില വേവുന്നതോടുകൂടി നമ്മുടെ കറി റെഡിയായി. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ മുരിങ്ങയിലൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടച്ച് വെച്ചൊന്നും വേവിക്കണം നിർബന്ധമില്ല. ഇപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മലബാർ സൈഡിൽ, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണിത്. ഇതിൻ്റെ കൂടെ ബീഫ് വരട്ടിയതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു താളിപ്പുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്